കൊടകര കുഴൽപ്പണക്കേസിലെ അന്വേഷണം പൂർത്തിയായെന്ന് ഇഡി. ഒരു മാസത്തിനകം കേസിൽ കുറ്റപത്രം നൽകുമെന്ന് എൻഫോഴ്സ്മെന്റ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. കുറ്റപത്രം നൽകുവാൻ ഹൈക്കോടതി 2 മാസത്തെ സാവകാശം അനുവദിച്ചു. അന്വേഷണം വേഗത്തിൽ തീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. കൊടകര കുഴൽപ്പണക്കേസിലെ സാക്ഷി നൽകിയ ഈ ഹർജിയും ഹൈക്കോടതി തീർപ്പാക്കി. ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയ കുറ്റപത്രത്തിലെ പ്രതികളാകും ഇഡി കുറ്റപത്രത്തിലും ഉണ്ടാവുക. കൊടകരയിൽ കവർച്ച ചെയ്തത് BJPക്ക് വേണ്ടി കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ കണ്ടെത്തൽ. എന്നാൽ ഇഡിയുടെ അന്വേഷണം കവർച്ച കഴിഞ്ഞുള്ള ഇടപാടിലേക്ക് മാത്രം ചുരുങ്ങിയെന്നും പണത്തിന്റെ ഉറവിടത്തെ സംബന്ധിച്ച അന്വേഷണം നടന്നില്ലെന്നും ഗുരുതര ആരോപണമുയരുന്നുണ്ട്. കള്ളപ്പണ കവർച്ച കേസിൽ പണത്തിന്റെ ഉറവിടമാണ് കണ്ടെത്തേണ്ടതെന്നാണ് സംസ്ഥാന പോലീസിന്റെ നിലപാട്. പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച റിപ്പോർട്ട് ഇഡിക്ക് കൈമാറിയിരുന്നു. എന്നാൽ ഇഡി ഇതിലേക്ക് അന്വേഷണം കൊണ്ടുപോയില്ല. കവർച്ചയ്ക്ക് ശേഷം ഈ പണം ആരിലേക്ക് എത്തിയെന്ന അന്വേഷണം മാത്രമാണ് ഇഡി നടത്തിയത്. കേസിൽ 4 ആഴ്ചയ്ക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഇഡി ഒരുങ്ങുമ്പോഴും അന്വേഷണം ശരിയായ ദിശയിലേക്ക് നീങ്ങിയില്ലെന്നാണ് ഉയർന്നുവരുന്ന വിമർശനം. BJP മുൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിലൂടെയാണ് വീണ്ടും കൊടകര കള്ളപ്പണക്കേസ് ഉയർന്നു വന്നത്. 2021 ഏപ്രിൽ 3 തൃശൂരിലെ കൊടകരയിൽ നടന്ന ഹൈവേ കവർച്ചയുമായി ബന്ധപ്പെട്ടാണ് കള്ളപ്പണ ഇടപാട് പുറത്തുവരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി 3.5 കോടി രൂപ കടത്തുന്ന കാറിനെ പിന്തുടർന്ന ഒരു സംഘം കൊടകരയ്ക്ക് സമീപം വ്യാജവാഹനാപകടം സൃഷ്ടിച്ച് കാർ തടഞ്ഞു നിർത്തി പണം കൊള്ളയടിക്കുകയായിരുന്നു. കുഴൽപ്പണമായി എത്തിയത് BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്നായിരുന്നു സതീഷ് വെളിപ്പെടുത്തിയത്. ചാക്കുകെട്ടുകളിലായാണ് പണം എത്തിച്ചതെന്നും പണം കൊണ്ടുവന്നവർക്ക് മുറിയെടുത്ത് നൽകിയത് താനാണെന്നും സതീഷ് വെളിപ്പെടുത്തിയിരുന്നു.